സാരിയെ കൊടുത്തിട്ട് എങ്ങടാ? സാരി കൊടുത്തിട്ട് വീഡിയോയില് നിൽക്കാന്. എന്താ അറിയോ, അന്ന് നമ്മള് കൊറേ സാരിയൊക്കെ തരുന്നപ്പോഴേ കൊറേയൊക്കെ നല്ലതൊക്കെ മാറ്റിയൊക്കെ വെച്ചപ്പോൾ ദിവസേന ഉടുത്തിരുന്ന സാരികളതൊക്കെ അമ്പലത്തിൽ പോകുമ്പോ ദിവസേന മാറ്റി മാറ്റി ഉടുത്തിരുന്നു. അപ്പൊ ഏതായാലും ഈ സാരി ഇടയ്ക്കൊക്കെ സാരി ഉടുക്കാതെ. അതെ, നമ്മള് കൂവപ്പണിയിലാണ്. തിരുവാതിര സ്പെഷ്യൽ ആയിട്ടുള്ള കൂവപ്പണി. 12-ാം തീയതി. അതെ അതെ, വിരകണ്ട ദിവസാ. വിരകൽ എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്ന ഒരു നോട്ടം നോക്കും. വിരകെടുത്തോളം മുഴുവൻ അമ്മൂന് വാണിയാക്കാം. മുത്തശ്ശി പറയണേ തിരുവാതിരക്ക് അമ്മ പോണില്ലല്ലേ, അയ്യോന്ന്. അപ്പൊ എന്താ സംഭവം? ഞാൻ ചോദിച്ച സ്നേഹം കൊണ്ടാണ് നീ, അതല്ലത്രേ. കൂവ തീരുമെന്നുള്ള പേടി കൊണ്ടാണ് അത്ര മുത്തശ്ശി അറിയാ. അമ്മ വലിയ ഇതിങ്ങനെ പറയും, പക്ഷെ അമ്മ അത്രക്കൊന്നും കഴിക്കില്ല. പറയാ അത് പോരാ അത് പോരാ. പക്ഷെ പുഴുക്കൊക്കെ കേട്ടോ പോരാട്ടോ, കുറച്ചുകൂടെ കഷ്ണം നോക്കിക്കോളൂ പറയാ അവിടെ. അതെ അതെ. പിന്നെ വയറിന് ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഇനിയിപ്പൊ രാത്രി വേണ്ട, മറ്റേ രാത്രി വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊറേ നമ്മൾ ഉണ്ടാക്കാറില്ല. നമ്മള് കൂവ അന്ന് ഇതൊക്കെ കളഞ്ഞു വെച്ചായിരുന്നല്ലോ ഇന്നലെ. അപ്പൊ നമ്മൾ ഇന്ന് ഇതൊക്കെ നുറുക്കി മുത്തശ്ശിയൊക്കെ റെഡിയാക്കി വെക്കാട്ടോ. കൂവപ്പൊടി ഉണ്ടാക്കണത് എങ്ങനെയാന്ന് എല്ലാരും കാണിക്കാല്ലോ അമ്മേ. ഇടയ്ക്ക് കളിയുള്ള സെറ്റപ്പ് കൊണ്ടാണ് മുത്തശ്ശി ഇന്ന് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയണത്. മുത്തശ്ശിയെ ഇത് നീളും വീതിയൊന്നും ശരിയല്ല. എന്താ നമുക്ക് വില കുറച്ച് കിട്ടിയതല്ലേ. 208 കിട്ടിയത്. അത് പിന്നെ വലിയ ആൾക്കാർക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ തടിയും വലിപ്പമൊന്നും അധികം ഇല്ലാത്തോണ്ടേ. പൂവൊക്കെ റെഡിയാക്കണൊക്കെ കാണിക്കാട്ടോ. പൂപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാണ്. ഇന്നലെ നമ്മള് പൂവ് നേരെ വെക്കണല്ലേ കാണിച്ചത്. അതെ, ഇന്നപ്പോ കൂവ കൊത്തി നുറുക്കിയിടാണ് ഇവര്. ഒന്നുകൂടെ ശ്രദ്ധാക്കണോ ഞാൻ? അമ്മയുടെ ഒരു ഇത് അമ്മയുടെയാണ് ഗൈസ്. അതൊന്നും കൂടി ആക്കാം. എന്താ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതല്ലേ. അമ്മക്ക് ഇന്ന ഓർമ്മ ഒന്നും തോന്നുന്നുണ്ട് കൂവയെ കണ്ടപ്പോ. നല്ല വലുപ്പാക്കി വെച്ചോ. ചെറുതാക്കാം. ഞാൻ നമ്മുടെ ഇരുന്ന് നോക്കാവൂ അല്ലേ, നല്ലത്. കസേര എടുത്തോളൂ. കസേര വേണ്ട, അവിടെ ഇരുന്നാ മതി. അപ്പൊ കാണില്ല കേട്ടോ അമ്മേനെ. അവിടെ ഇരുന്നാലും കാണില്ല. കാണില്ല. ഇങ്ങനെ പൂള കൊത്തി എരിയില്ല, അമരി ആക്കിയാ മതി. പക്ഷേ മാച്ചിങ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഒക്കെ ഇട്ടണോ? ബ്ലൗസിനൊക്കെ മാച്ച് ആയിട്ടുള്ള നെയിൽ പോളിഷ്. ഇന്നലെ കുഞ്ഞുമാവയുടെ പണിയാ. മുത്തശ്ശി ഞാട്ടിയറാറിന് ഇട്ടതാണ്. കുഞ്ഞാക്ക് കണ്ടു കഴിഞ്ഞാ സഹിക്കില്ല. ലേശം പോയി കണ്ട കാണിച്ചു തന്നു കൈമിലൊക്കെ ഇട്ടതേ. ഡാൻസ് ഒക്കെ അവറായില്ലേ? അതെ, ഭയങ്കര 200 റുപ്യ എത്ര ഇവിടെ കൊടുക്കേണ്ടത്. എന്താ അരിഞ്ഞതിന് ശേഷം എന്താ മുത്തശ്ശി ചെയ്യാ? അരിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ പിഴിയ. എന്നിട്ട് പിന്നെ പിഴിഞ്ഞിട്ട് അത് പാലെടുക്കണോ? എന്നിട്ട് പിന്നെ ഊറാൻ വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തെളി ഊറ്റി കളയുക. 1 പ്രാവശ്യം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ വെയിലത്ത് വെക്കുക. എത്ര ദിവസം വേണം ഉണങ്ങാൻ? ചേച്ചി കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസമൊക്കെ മതി. 3 ദിവസം മതി അല്ലേ? പിന്നെ മുത്തശ്ശി ഇത് ഇങ്ങനെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാലേ എത്രാമത്തെ ദിവസം ഇത് ഉണ്ടാക്കി തുടങ്ങണം? ഇതിപ്പോ കഴുകിയില്ലേ? ഈ കഴുകിയത് നമ്മളിപ്പോ എത്ര ദിവസം കഴിഞ്ഞിട്ടും മിക്സിയിലിട്ട് അടിച്ചാലും മതിയോ? പറ്റില്ലല്ലോ. അല്ല, അത് 2-3 കമന്റ് ഞാനും കണ്ടു. ഇത് വല്ലാതെ വലിയില്ലപ്പോ 2 ദിവസത്തിനുള്ളിലെങ്കിലും ശരിയാക്കണം, ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ ഇത് വലിഞ്ഞാ പിന്നെ പൊടി ഇട്ടിട്ട് കുറയില്ലേ? അതെ.
പിന്നെ മിക്സിയിൽ അടിക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ കാറ്റല്ലേ, കാണുന്നതൊന്നുമല്ല, കാണുമ്പോ എല്ലാം ഉണ്ടല്ലോ. ഇനിയിപ്പോ പൊടിയെ എത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെ എന്താന്ന് അറിയില്ല. നല്ല പൊടിയുള്ളതാണെന്ന് വെച്ചാൽ പിന്നെയും വലിയ കുഴപ്പമുണ്ടാവില്ല. പണിയെടുത്തതിന് കാര്യമുള്ളൂ. അപ്പൊ അമ്മ ഒരു തിരുവാതിരപ്പാട്ടായിക്കോട്ടെ. ഞങ്ങൾക്ക് അറിയില്ല, അമ്മയ്ക്കേ അറിയുള്ളൂ. തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്, ഭഗവതിക്കോ തിരുനോൽമ്പാണ്. ആടണം പോൽ പാടണം പോൽ ഉണ്ണരൂത് ഉറങ്ങരുത്, കുളിക്കണം പോൽ തുടിക്കണം പോൽ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്. അപ്പൊ ഈ പാട്ട് കേട്ടാൽ തന്നെ തിരുവാതിരയുടെ അന്ന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. മുത്തശ്ശി തുടിച്ചിട്ടുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ നിന്ന്. നമ്മള് റിസോർട്ടിൽ പോയിട്ട് എത്രയോ തുടിച്ചിട്ടുണ്ട്. മലര് വറക്കുക അതില് ഈ സമയത്ത് പറയും, തൈര് കലക്കുക എന്ന് പറയും. അല്ല, അതൊക്കെ ഈ അതൊക്കെ ഏറിനോടൊക്കെ മുങ്ങിയിട്ടേ ഏറിനോടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാ. തുടിക്കല് എണ്ണി തുടിക്കാ പറയും 108. അപ്പൊ അങ്ങനെ 108 വെറ്റില തിന്നൂലോ. 108 ആ 108 തുടിച്ചിട്ടുണ്ട്. 108 അറിയാൻ എന്താ പണിയൊന്നുമില്ല. അയ്യോ ഞങ്ങൾക്ക് വയ്യ. അപ്പൊ അങ്ങനെ കൊത്തി കൊത്തി നുറുക്കി കൊടുക്കുക അല്ലെ മുത്തശ്ശി? നമ്മള് പൂളയൊക്കെ ചെയ്യണ പോലെ മുത്തശ്ശി കൊത്ത് ഞാനിങ്ങനെ നുറുക്കുക അരിഞ്ഞ പോലെ. എന്താ അമ്മ കൊത്താത്ത? നടു പൊളിക്കണേ, നടു പൊളിക്കും ഇങ്ങനെയല്ലേ? അല്ല അങ്ങനെ പൊടിക്കാൻ എളുപ്പം തോന്നുന്നുണ്ട്. അമ്മ കൂവ നേരേക്കലാണ് ഉണ്ടായിരുന്നത് അല്ലേ? നുറുക്കല് കുറവാ. അതിന് തോല് നേരേക്കും. അതെ. ആവണേ ഉള്ളൂ അല്ലേ മുത്തശ്ശി? അടിഭാഗമായി ഒന്ന് കാണിക്കൂ മുത്തശ്ശി. അയ്യോ പുറത്തേക്ക് കൊണ്ടു. ആ അടിഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് മിക്സിയിൽ നല്ല ചതഞ്ഞ് അരച്ചെടുക്കുക. വെള്ളം കൂട്ടാതെ അല്ലേ ഇറക്കിയ? വേണേ കുറച്ച് വെള്ളം കൂട്ടി നോക്കാം, വേഗം അരയും. ആ ഓക്കെ. ബാക്കി ഇതാ അതൊക്കെ അരക്കാണ്ട് അമ്മ അതവിടെ നുറുക്കിയും കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തു, അപ്പൊ വേഗം അരഞ്ഞു. അടുത്തത് അരക്കട്ടെ കേട്ടോ. ഞാൻ മുത്തശ്ശിയോട് മുത്തശ്ശി പിന്നെ ഈ ചണ്ടി പിന്നെ അരക്കി വെച്ച മുത്തശ്ശിയാണേ. ആ പിന്നെ പിണ്ടി പിന്നെ ചണ്ടി എന്നുള്ളതിന് പിണ്ടി ഇത്ര മുത്തശ്ശി അറിയ. എന്താ മുത്തശ്ശി ഇത്? എന്തിനാ പിണ്ടി പറയാന്നറിയോ? ആന. നമ്മള് പിന്നെ വീഡിയോയില് പറഞ്ഞില്ലേ കോണകത്തിന്റെ കഥ, കേക്കണത്ര അമ്മ. അത് നമ്മൾ അടയുടെ വീഡിയോ കണ്ടാ മതി എല്ലാവരും. ഗോതമ്പട ഉണ്ടാക്കിയ വീഡിയോ കണ്ടു കഴിഞ്ഞാ കഥ പറഞ്ഞിട്ടുണ്ടായില്ലേ? അപ്പൊ ചിലവരെ പുതിയ കൂട്ടുകാരുണ്ടേ ചോദിക്കാൻ, മുത്തശ്ശി ഞങ്ങളൊക്കെ ചിരിച്ച് മണ്ണ് കപ്പി പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ ആ കഥ ഒക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മള് വീഡിയോ കണ്ടാ മതി കേട്ടോ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പിലത്തെ ലാസ്റ്റത്തെ ആയിട്ടോ. അതൊച്ചി കുറച്ച് മാറ്റി വെച്ച് അതിൽ കഷ്ണം വന്നിട്ട് ചിലപ്പോ ഞാൻ അരിഞ്ഞ കഷ്ണാവും. അതാവും. അമ്മ നേരത്തെ ഒന്ന് അങ്ങനെ തന്നെ ഇട്ടു. അപ്പൊ ഇതിനി പിഴിഞ്ഞ് നോക്കാം. ഓക്കെ. അപ്പൊ തന്നെ കണ്ടില്ലേ ഊറി നിൽക്കുന്നു. ആ ശരി കേട്ടോ. നല്ലൊരു വൃത്തിയുള്ള തോർത്ത എടുക്കുക. ഇതെന്റെ തോർത്താണ് കേട്ടോ. ഞാൻ മുത്തശ്ശിയുടെ പാല് പുളിയണ തോർത്തൊക്കെ ഉണ്ട്. മറ്റേ നാളികേരപ്പാല് പായസം ഉണ്ടാക്കുമ്പോ. അതെ.
അന്ന് പൊടിക്കും മുത്തശ്ശി ചണ്ടി ഇനി ഒന്നും കൂടി കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചു പണിയൊന്നുകൂടെ വെള്ളാക്കിയിട്ടൊന്ന് പിഴിഞ്ഞു നോക്കിയാൽ കുട്ടിക്കൂടായില്ല. അങ്ങനെ പിഴിയുമ്പോ ഒന്ന് മുഴുവൻ അപ്പൊ തന്നെ പോയി. എന്നാലും നോക്കാം അവസാനം. ചേച്ചി വെച്ച് കൂവപ്പൊടി കൊടുക്കാണ്ടാവുമെന്ന്. കൊടുക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് നമ്മളെ ആവശ്യത്തിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെ കൂവ കിട്ടാത്തോണ്ടാണല്ലേ മുത്തശ്ശി ചെയ്തായിരുന്നു. കൂവയൊക്കെ കിട്ടും. ചിലപ്പോ നമ്മൾക്ക് വിചാരിച്ചാൽ പൊടി കിട്ടില്ല. അതുകൊണ്ടാണ് മുത്തശ്ശി നമുക്ക് നഷ്ടം. നമ്മള് പണി എടുക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ വിലയും നല്ലോണ്ട്. 1000 ഉറുപ്പ്യൊക്കെ ഉണ്ട് അത്രേ ഒരു കിലോനല്ലേ. പിന്നെ ചിലപ്പോ അറിയോ ഈ തിരുവാര കഴിഞ്ഞാൽ ചിലപ്പോ വില കുറയും. അപ്പൊ നമുക്ക് ഇതിന് പൊടിയൊക്കെ നല്ല കിട്ടിച്ച് അപ്പം ഒന്ന് വേണമെങ്കിൽ നോക്കാം. നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ പിഴിഞ്ഞതൊക്കെ ഒന്ന് ഊറാൻ വെക്കുകയാണ്. വേഗം ഊറിട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഊറ്റി കളയാൻ പറ്റും. ആദ്യം അരച്ചത് ഊറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഊറ്റി കൊടുക്കട്ടെ. പൊടി എത്ര ലേശമുള്ളൂല്ലേ? വളരെ കുറച്ചേ ഉള്ളൂല്ലോ മുത്തശ്ശിയെ. അല്ല ഇനി ഇതൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയൊക്കെ തന്നെ ഉണ്ടാവുക. അതല്ലേ കാണിക്കൂ മുത്തശ്ശി. അയ്യോ അത് കാണിക്കൂ. ആരും കണ്ടിട്ടില്ല. അങ്ങോട്ട് തരൂ. ഇനി ബാക്കിയുള്ളതൊക്കെ പിഴിയട്ടെ. ഇതാണ് ഇപ്പൊ നമ്മളെ കൂവപ്പൊടി ഇപ്പൊ ഒരു സെറ്റിൽ തട്ടോ. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ പിഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കാൻ വെക്കണം. അതെ ഇപ്പൊ കാണിക്കാം. അതെ എല്ലാം റെഡി ആയിട്ടോ കാണിക്കുക. അതെ അപ്പൊ പിഴിയലൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതും കൂടി ഒന്ന് ഊറ്റി കൊടുക്കട്ടെ. മുത്തശ്ശി ഇത് പറ്റി തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അമ്മ പറഞ്ഞ പോലെ അതെ കൂവ വിറകിയതുണ്ടാക്കിയ ഇത് അമ്മൂന് മാത്രം എന്ന് പറഞ്ഞ പോലെ ശരിയായി. അത്രേ ഉണ്ടാവുള്ളൂ. അതെ അതെ ഞാൻ അതൊന്ന് കുറച്ച് ഊറ്റി വെക്കാം. നമുക്ക് അമ്മയിൽ ഒഴിച്ച് കുറച്ചേ ഉള്ളൂല്ലേ അമ്മേ? കുറച്ചുള്ളൂ അമ്മ. അമ്മ പറഞ്ഞ പോലെ അമ്മൂന് മാത്രമേ ഉള്ളൂ. അതെ ഇക്കും കുഞ്ഞായ്ക്കും. ആദ്യത്തെ അവിടെ അതും കുറച്ച് അതൊക്കെ കുഞ്ഞായ്ക്കും. അതും കുറച്ചേ ഉള്ളൂ. അയ്യേ അയ്യോ കാണാല്ലേ മുത്തശ്ശി. അങ്ങോട്ട് പിടിച്ചോളമ്മേ. അതാ 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 പിന്നെ കിട്ടിയ പൊടിയത് നമുക്ക് വാങ്ങേണ്ടി വരും. ഇതിപ്പോ ആകെ ഇത്രേ ഉള്ളൂല്ലേ മുത്തശ്ശി. ഇതുകൊണ്ട് വിറകി കഴിഞ്ഞാൽ എത്ര പേർക്ക് കഴിക്കാം ശരിക്കും പറയുകയാണെങ്കിൽ? നോക്കട്ടെ തൂക്കി അറിയാത്തല്ലോ. പൊടിയായിട്ട് കിട്ടണല്ലോ അല്ലേ? നമ്മള് 2 ദിവസം വെക്കണം എന്നാണ്. വെയിലത്ത് വെക്കണം അല്ലേ? ഇതൊന്നുകൂടി ഉറക്കട്ടോ. ഈ വെള്ളം കൂടി കളഞ്ഞിട്ട് വേണം. അപ്പൊ അതാ ഇനി ഉണക്കാൻ കൊടുക്കുക. അത് പൊടി കുറവാ. ഉണക്കാൻ കൊടുക്ക്. ഉണക്കാൻ വെക്കുക. ഉണക്കാൻ സൂര്യന് കൊടുക്കുക. പൊടി നല്ല കുറവാണല്ലോ മുത്തശ്ശി. ഞാനതാണ് ഇത് ഉണ്ടാക്കല് നിർത്തിക്കുന്നത്. നമ്മള് ബുദ്ധിമുട്ടണതിനനുസരിച്ച് നമുക്ക് പൊടി കിട്ടില്ല. ഇതിലിപ്പോ നമുക്ക് വാങ്ങുക. വാങ്ങുക. പക്ഷെ മറ്റേതുണ്ട് അരിപ്പൊടിയൊക്കെ ആവുമെന്ന് പറഞ്ഞോണ്ടാ പിന്നെ നമ്മള്. അതെ അരിപ്പൊടി അല്ല അതിന്റെ ചണ്ടിയൊക്കെ. നമുക്ക് ഈ ചണ്ടി കൂടെ ഇട്ടുള്ളത് ചെയ്താൽ മതിയായിരുന്നു. നമ്മളിവിടെ പപ്പടം കൊണ്ടുവരുന്നേ അമ്മോ. നമ്മളിവിടെ പപ്പടം കൊണ്ടുവരുന്ന ഒരു അച്ഛണ്ട്. വയസ്സായൊരു മുത്തശ്ശൻ. ആ മുത്തശ്ശൻ ഇതുപോലെ പപ്പടം ഉണ്ടാക്കി കൊടുക്കണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ തിരുവാതിരക്കാലാണല്ലോ കൂവ കൊടുക്കണ്ട. അപ്പൊ മുത്തശ്ശി കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല പൊടിയാണ് പറഞ്ഞു. ഇവിടെ 2-3 ചേച്ചിമാരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതും വാങ്ങി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇതൊന്നും നമുക്ക് എല്ലാവർക്കും കൂടെ തികയുണ്ട്. അതാണ് ഇതിപ്പോ തികയുള്ളൂ. ഞാൻ പറഞ്ഞേ കുറച്ചതാ മുത്തശ്ശി കഴിഞ്ഞ കൊല്ലം വാങ്ങിയിട്ട് സൂക്ഷിച്ചുണ്ട്. അതായിരിക്കണം. വെയിലത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ മുത്തശ്ശി. ഇത് കഴിഞ്ഞ വർഷത്തെയാണ് അല്ലേ? കഴിഞ്ഞ വർഷത്തെ അടുത്ത ചോളൂ. വേണ്ട വേണ്ട അടുത്ത ചോളൂ മുത്തശ്ശി. ഇതാ മുത്തശ്ശിയുടെ പിന്നാലെ ഓടട്ടെ ഞാൻ. നേരത്തെ ഓട്ടാണ് ഇന്ന്. ഇതങ്ങനെ നമ്മള് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെക്കുക അല്ലേ മുത്തശ്ശി? ഇത് എത്ര ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും?
നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കാവും. ആവും അല്ലേ? അപ്പൊ ഒരു ദിവസം മതി അല്ലേ? ചെറിയ 2 ദിവസം. അപ്പൊ ഇങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുക. ഉണ്ടാക്കുന്ന രീതി വിസ്തരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.